അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കച്ചവടം കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി എടുക്കാം, എവിടെ നിന്ന് വണ്ടി എടുത്താലും അതിനെ കാർ ലോൺ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ സർവീസ്. അതിൻ്റെ എത്തിക്കാനുള്ള ഭാഗമായിട്ട് തീരുമാനിച്ച ഒരു തീരുമാനത്തിൽ നിന്ന് മാത്രം എടുക്കുന്ന വീഡിയോ ആണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട അതിനെക്കുറിച്ച്? എല്ലാം പറയണ്ട? ഇല്ല. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: സാലറി എക്സ്ചേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ലോൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സാലറി എക്സ്ചേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റില്ല. എന്നാൽ രണ്ടാമത് ഒരു വാക്കും കൂടി ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എക്സ്ചേഞ്ചിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോൺ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഏതെങ്കിലും സാലറി എക്സ്ചേഞ്ചിൽ വന്നാൽ ലോൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ആദ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ. പക്ഷെ ചെയ്ത് എടുക്കാനും പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ എന്നെ വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ഈ മാസം വരെ സാലറി എക്സ്ചേഞ്ചിൽ വന്നു, പിന്നെ അടുത്ത മാസത്തെ സാലറി ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് ചോദ്യമുണ്ട്, ഒരാൾക്ക് സാധാരണ നമുക്ക് കാർ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് 3 മാസം സ്റ്റേറ്റ്മെന്റ് വേണമെന്നല്ലോ പറയാം. ചില കേസുകളിൽ 3 മാസം സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് കമ്പനി കുറച്ച് നല്ല കമ്പനിയാണ്, ലിസ്റ്റഡ് ആണെന്ന് നല്ല കമ്പനി ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് 3 മാസം സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ചേഞ്ചിൽ വന്ന് ഇപ്പോൾ നമുക്ക് സാലറി വന്നുകൊണ്ടിരിക്കുകയാണ്, 3 മാസം വീണ്ടും ബാങ്ക് അക്കൗണ്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ കയറി വരാനായിട്ട്? അതിന്റെ ആവശ്യമില്ല. ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതായത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയ സ്റ്റേറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. പിന്നെ എക്സ്ചേഞ്ചിൽ വന്നതിന് ഒരു 3-4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റും. അതെ, അതായത് ബാങ്കിന് വേണ്ട ഒരു ചെറിയൊരു പ്രൂഫ് മാത്രമാണ് ഇയാളുടെ കമ്പനി കറക്റ്റായിട്ട് സാലറി കൊടുക്കുന്നുണ്ടെന്നും അത് കറക്റ്റായിട്ടാണ് കിട്ടുന്നതെന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനൊരു പ്രൂഫ് കൊടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എക്സ്ചേഞ്ചിന്റെ സ്റ്റേറ്റ്മെന്റും അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിരിക്കണം. എന്തിനാ 1 മാസമെങ്കിലും വരണമെന്ന് പറയാനുള്ള കാരണം? ഇത് ബാങ്ക് കൺസിഡർ ചെയ്യുമ്പോൾ മറ്റേ WPS വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ മാത്രമല്ല അവർ കൺസിഡർ ചെയ്യുന്നത്. അല്ല, പിന്നെ അത് മാത്രം അതല്ല അതിന്റെ കാരണം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡെബിറ്റ് എന്ന് പറയുന്ന സാധനം, അതായത് നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോണിന്റെ EMI പോകേണ്ടത് എവിടെ നിന്നായിരിക്കണം? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കണം. അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. എക്സ്ചേഞ്ചിൽ നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കാനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാ മാസവും നമ്മൾ ഏത് ബാങ്കിൽ അക്കൗണ്ട് ആണെങ്കിലും ആ ബാങ്കിൽ അക്കൗണ്ടിൽ നിന്ന് സാലറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഡെബിറ്റ് അല്ലേ, അപ്പോൾ ഡയറക്റ്റ് ഡെബിറ്റ് ആക്ടിവേറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിരിക്കണം. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് എങ്ങനത്തെ ഉള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം? കറണ്ട് അക്കൗണ്ട് ആവാം, സേവിങ് അക്കൗണ്ട് ആവാം, ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ട് ആവാം. ചിലർക്കൊരു അക്കൗണ്ട് ഉണ്ട്, കാർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്, കുനൂസ് അക്കൗണ്ട്, കാർഡ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് വരുന്നുണ്ട്. ഈ അക്കൗണ്ട് ഒന്നും ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ക്യാഷ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അക്കൗണ്ടിലേക്ക്. കറക്റ്റ്. അതായത് നമുക്ക് ക്യാഷ് എടുക്കാനും ഇടാനും എടുക്കാനും പറ്റുന്ന അക്കൗണ്ട് ആയിരിക്കണം. അതിനകത്ത് ആ അക്കൗണ്ടിൽ IBAN നമ്പർ ഉണ്ടാവണം. ഈ കമ്പനി ജസ്റ്റ് ഓപ്പൺ ചെയ്ത കാർഡ് മാത്രമുള്ള ഒരു അക്കൗണ്ട് ആണെങ്കിലും ഇത് പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റ്മെന്റ് കൂടെ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും സാലറി അങ്ങോട്ട് വരണം, ശരിക്കുള്ള ഒരു അക്കൗണ്ടിലേക്ക് വരണം അല്ലേ. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിന് മാത്രം വലിയ നൂലാമലകൾ ഉണ്ടോ ശരിക്കും? ഇവിടെ അഭിപ്രായം എന്താ? പരാടി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് എന്തായിരിക്കും നൂലാമലകൾ? വലിയ നൂലാമലകൾ ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ടും ഇല്ലായിരിക്കും. അതെന്താ കാരണം? കാരണം പ്രോപ്പറായിട്ട് സാലറി വരുന്ന ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പ്രശ്നങ്ങൾ പരമാവധി കുറവായിരിക്കും. അപ്പോൾ ഇതിനിപ്പോൾ വളരെ ഈസി മാർഗങ്ങളുണ്ട്. പണ്ട് ഇപ്പോൾ മയം പറഞ്ഞതും ഇതാണ്, പക്ഷേ പ്രോപ്പറായിട്ട് വന്നില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സാലറി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, നമ്മളുടെ ഈ പറഞ്ഞ എക്സ്ചേഞ്ചിൻ്റെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റും. ഇനി ഇപ്പോൾ അതല്ല, ഇപ്പോൾ ബാങ്കിന് സൗകര്യമുണ്ട്, അതായത് ഓൺലൈൻ അക്കൗണ്ട് തുടങ്ങാണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ മിനിമം സാലറി 5000 രൂപ എന്ന് പറയുന്നുണ്ട്. അവിടെ 5000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 പറഞ്ഞ് അക്കൗണ്ട് എടുത്ത് പിറ്റേ ദിവസം വിത്ത് ചെക്ക്, പിന്നെന്താ വരുന്നത്, ചെക്കും മറ്റേ കാർഡും ATM കാർഡും നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ സാലറി 3000 ആണ് നമുക്ക് ശരിക്കും കിട്ടുന്നുള്ളൂ. 5000 എന്ന് കാണിച്ച് അക്കൗണ്ട് എടുത്ത് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ എടുത്തിരിക്കുന്ന പലവരെയും നമുക്ക് പല കാലങ്ങളായിട്ട് അറിയാം, ശരിയല്ലേ? അപ്പോൾ എക്സ്ചേഞ്ചിൽ സാലറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, പറ്റായികയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും സാലറി ബാങ്ക് അക്കൗണ്ടിൽ നിർബന്ധമായിട്ട് വന്നാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് വീണ്ടും നമ്മളുടെ ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മുടെ സർവീസ് എന്താണ് മൈവ?
ഇപ്പൊ ഈ ടോപ്പിക് ഇതായതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്തായിരിക്കും ഒരു വ്യത്യാസം ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലൈ ചെയ്യുന്നതും അക്കൗണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സോറി ഇപ്പം എക്സ്ചേഞ്ച് കൊടുക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കാരണം ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത്, കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ലോണും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. എക്സ്ചേഞ്ച് ആരാണ് കൺട്രോൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയാൻ ഇതല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് ഡെബിറ്റ് ആക്ടിവേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് മഹിമയ്ക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് പൈസ തന്നു കഴിയുമ്പോൾ ഈ പൈസ എനിക്ക് ഞാൻ ബാങ്കാണെന്ന് വിചാരിക്കുക, എനിക്ക് തിരിച്ചു വാങ്ങിക്കണ്ടേ? തിരിച്ചു വാങ്ങിക്കണ്ടേ ഞാൻ എങ്ങനെ തിരിച്ചു വാങ്ങിക്കാൻ പറ്റും? നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. മഹിമ ഡെയിലി ബാങ്കിൽ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഇല്ലല്ലോ. ചെക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിപ്പം പോസിബിലിറ്റി ഇല്ല. ഡയറക്റ്റ് ഡെബിറ്റ് ആണ് ആക്റ്റീവ്. ഇതൊക്കെ സെൻട്രൽ ബാങ്കിന്റെ നിയമമാണ്. കാർ ലോൺ തരുന്ന ഒരാൾ കൊടുക്കുമ്പോൾ അയാൾക്ക് പ്രോപ്പറായിട്ട് സാലറി വരുന്ന ഒരു അക്കൗണ്ട് നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ അതുപോലെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മിനിമം ചോദിക്കുന്നത് 4 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, 1 മുതൽ 4 വരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ്ചേഞ്ചിലാണെങ്കിൽ അല്ലെങ്കിൽ കേസ് എക്സ്ചേഞ്ച് ആയിട്ട് ഉള്ളതാണെങ്കിൽ അതും എങ്ങനെയായിരിക്കും? അവർക്ക് അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അക്കൗണ്ടിലേക്ക് വന്നാൽ മതി. 1 മാസമെങ്കിലും. മനസ്സിലായോ? അതായത് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് എക്സ്ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യമെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അക്കൗണ്ടിലേക്ക് വരണം. ഒരു പ്രാവശ്യമെങ്കിലും വരണം. ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും 1 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ബാങ്കിന്റെ വെക്കും. ബാലൻസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തിന്റെ വെക്കും? എക്സ്ചേഞ്ചിന്റെ സ്റ്റേറ്റ്മെന്റ് വെക്കും. എക്സ്ചേഞ്ച് സ്റ്റേറ്റ്മെന്റ് എവിടെ നിന്ന് കിട്ടുക? നമ്മൾ ഏത് എക്സ്ചേഞ്ചിലാണ് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇതുവരെ സാലറി വന്നേക്കുന്ന ഡേറ്റ് അടിച്ച് സ്റ്റാമ്പ് അടിച്ച് സാധനം തരും. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകതയുണ്ട്. എല്ലാ മാസവും സാലറി വരുന്നിരിക്കുന്നത് ഏകദേശം ഒരേ സമയത്തായിരിക്കണം. ഒരേ സമയം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ചില ഒരു കമ്പനികൾക്ക് ഇപ്പോൾ ഡേറ്റ് ഉണ്ടാവും. അവരുടെ അക്കൗണ്ട്സ് എല്ലാ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്ന 5-ാം തീയതി ആയിരിക്കും. ചില കമ്പനികളിൽ ഈ ഡേറ്റുകളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 5-ാം തീയതി വരും, ചിലപ്പോൾ 20-ാം തീയതി വരും, ചിലപ്പോൾ 30-ാം തീയതി വരും, ചിലപ്പോൾ വരില്ല. ചിലപ്പോൾ ആ കമ്പനിക്ക് മുതലാളിക്ക് സമയം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അയാൾ WPS ക്ലിയർ ചെയ്യും. ഇങ്ങനത്തെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സാധാരണ സാലറി വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മുതൽ 10 വരെയുള്ള ആദ്യത്തെ ദിവസങ്ങളിലോ അല്ല, ഏതെങ്കിലും ഒരു മാസത്തെ ഏതെങ്കിലും ദിവസങ്ങളിൽ. അതായത് ഇപ്പൊ മഹിമയ്ക്ക് ഇപ്പൊ 4 മാസം സ്റ്റേറ്റ്മെന്റ് എടുക്കാം, 4 മാസത്തെ അക്കൗണ്ട് എടുക്കാന്ന് വിചാരിക്കുക. സ്റ്റേറ്റ്മെന്റ് എടുക്കാന്ന് വിചാരിക്കുക. 1 മാസം 25-ാം തീയതി വന്നു. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ജനുവരി തൊട്ട് എടുക്കാം. ജനുവരി 25-ാം തീയതി വന്നു. ഫെബ്രുവരി മാസം 28-ന് വന്നു. ഫെബ്രുവരി മാർച്ചിന് 30-ന് വന്നു. വീണ്ടും വരുന്ന 25-ന് വന്നു. ഇത് കുഴപ്പമില്ല. കാരണം അത് തമ്മിലുള്ള ഗ്യാപ്പ് 25-നും 30-നും ഇടയ്ക്കാണല്ലോ. 25-നും 30-നും ഇടയ്ക്ക് എത്ര ദിവസം സമയമുണ്ട്? 5 ദിവസം സമയം. ഈ 5 ദിവസം കാലയളവ് പ്രശ്നമല്ല. ഒരു സാലറി വന്നത് 20-ാം തീയതി, ഒരു സാലറി വന്നത് 25-ന്, ഒരു സാലറി വന്നത് 28-ന്, ഒരു സാലറി വന്നത് 30-ന്. ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഡേറ്റ്, ചെറിയ ഡേറ്റ് വന്നതും മാക്സിമം ഡേറ്റ് വന്നതിന്റെ ഗ്യാപ്പ് നോക്കുമ്പോൾ ഏകദേശം 10 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് പറ്റില്ല. ഈ ഗ്യാപ്പ് ചെറുതായിരിക്കണം. ക്ലിയർ അല്ലേ? അങ്ങനത്തെ ചെയ്യാൻ പറ്റും. 3 or 4 working days. 3 or 4 working days. അതെ, അങ്ങനെയല്ല. +or-2 or 3 വർക്കിംഗ് ഡേയ്സ് എന്നാ പറയാം. അതായത് 25-ാം തീയതി നമുക്കൊരു ഡേറ്റ് നമുക്ക് ഡേറ്റിനെ കൺസിഡർ ചെയ്യാം. 25-ന് പ്ലസ് എന്ന് പറയുമ്പോൾ 26, 27, 28 വരെ അല്ലേ? ബാക്കിലേക്ക് 3 ദിവസം പോകാൻ പറ്റും. അപ്പൊ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് 6 ദിവസം. ഈ 6 ദിവസം മാക്സിമം ആണ്. ഒരിക്കലും 6 ദിവസം പിടിക്കരുത്. 4-5 ദിവസം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അതായത് 25, 26, 27 ഇതാണ് അതിന്റെ കറക്റ്റ്. ബാക്കിലേക്ക് 24, 23 ഈ ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പൊ ഇനിയിപ്പോ വേറെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മിഥുൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്, എനിക്കുള്ളത് എക്സ്ചേഞ്ച് ഇതാണ്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും തമ്മിൽ അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതിനെങ്കിലും പ്രയോറിറ്റി കൂടുതൽ വരുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുമോ? ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. ബാങ്കിന് വേണ്ടത് ബാങ്കിന് പ്രോപ്പർ ഡോക്യുമെന്റ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇപ്പൊ മഹിമ ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ മിഥുൻ ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ അങ്ങനത്തെ അതൊരു കാറ്റഗറി. പിന്നെ എന്റെ എക്സ്ചേഞ്ചിലായതുകൊണ്ട് ഒരു വ്യത്യാസമില്ല. ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന് ഈ കറക്റ്റ് സാലറി എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നിങ്ങളുടെ സാലറി എക്സ്ചേഞ്ചിൽ വന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി താഴത്തേക്ക് വരുന്ന ഒരു ഇതില്ല. ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളൊരു ഡീലിട്ടു. ആ ഡീൽ ഇടുന്നത് ഇപ്പോൾ ഓരോ നമ്പറുകളായിട്ടാണ്. ഇപ്പോൾ ഞാനൊരു ഡീലിട്ട് കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ ഞാനൊരു ബാങ്കിൻ്റെ ഒരു സ്റ്റാഫാണെന്ന് വിചാരിക്കാം, ഞാനൊരു ഡീലിട്ടു. അടുത്തത് മിഥു വേറെ സ്റ്റാഫാണെന്ന് വിചാരിക്കാം, മിഥു വേറെ ഡീലിട്ടു, മഹിമ വേറെ സ്റ്റാഫ്. അപ്പോൾ ഇതിന് വരുന്ന ഓരോ റോൾ നമ്പറിലായിരിക്കും വരിക.
10ാമത്തെ ഡീൽ അവർ ചെക്ക് ചെയ്തു, ഡീൽ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണോ അല്ലയോ എന്ന് അവർ ചെക്ക് ചെയ്തു, അത് എൻ്റർ ചെയ്തു, അത് അവസാനിപ്പിച്ചു. മറ്റത് വേറെ ഡീലായിട്ട് കൺസിഡർ, അല്ലാണ്ട് അതിനകത്ത് വേറെ യാതൊരു ഇതില്ല. അതായത് നമുക്ക് 3 മാസം എക്സ്ചേഞ്ചിൽ കറക്റ്റായിട്ട് സാലറി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് പറയാനുള്ള ഒരു സ്കോപ്പും ഇല്ല. വേറെ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ വിഷയം WPS-ഉം സാലറിയും ബാങ്ക് അക്കൗണ്ടൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കോള് വന്ന് അദ്ദേഹം എനിക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു തന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ ക്രെഡിറ്റ് ടീമിനെ കൊടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്തപ്പോൾ പ്രശ്നം വെച്ചാൽ അദ്ദേഹത്തിന് 4 മാസം സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അദ്ദേഹം 3000 ശമ്പളക്കാരനാണ്. ഈവൻ നോക്കിക്കഴിഞ്ഞാൽ കാർ ലോണിന് എലിജിബിൾ ഉള്ള ഒരാളാണ്. പക്ഷെ ഓരോ മാസവും അദ്ദേഹത്തിന് ഒരുപാട് ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നു പോകുന്നുണ്ട്. 40 മുതൽ 45 വല്ല എമൗണ്ട് വന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? വലിയ പാടായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് നോക്കുന്നത് 3000 രൂപ ശമ്പളമുള്ള ഒരാളെ സംബന്ധിച്ച് ആ 3000 രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് കാണിക്കാൻ പാടുള്ളൂ. നമുക്കിതൊരു പിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇത് മുഴുവൻ ആക്കാനും ഇത് മുഴുവൻ കേൾക്കാനും സമയം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പറയാൻ വേറെ സബ്ജക്റ്റും ഇല്ല. അപ്പൊ പിന്നെ ഇന്നത്തെ എക്സ്ചേഞ്ച് വഴി സാലറി വന്നു കഴിഞ്ഞാൽ ലോൺ എടുക്കാൻ പറ്റുമോ ഇല്ല അല്ലെ? ഇത് നമ്മൾ ആരെയും പറഞ്ഞ് ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മളുടെ വീഡിയോ ഇത് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് ഒരു 10 ആളുടെ അടുത്തേക്ക് എത്തുകയും അതുവഴി ഞങ്ങളുടെ സർവീസ് ഇതാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മുടെ വെബ്സൈറ്റാണ് www.uaecarloan.com. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഓക്കെ, ഓക്കെ, താങ്ക് യു.